ഇനി മൂന്നാമത്തെ ഒറ്റ വിഭാഗം കൂടി ഞാൻ അതും ഇവിടെ നിന്ന് പറഞ്ഞോട്ടെ, സമയം കിട്ടൂല എന്ന് കരുതിയിട്ടാണ്, സമയം കിട്ടില്ല എന്ന് കരുതിയിട്ടാണ്. നല്ല പോലെ കേൾക്കണം, ഹൃദയം തുറന്ന് കേൾക്കണം. വെറുതെ കേൾക്കാൻ വന്നതാ വെറുതെ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. മാറ്റമുണ്ടാകണേ. കേട്ടോളൂ എന്റെ പെങ്ങളെ, മൂന്നാമത്തത് നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വനിസാഉൻ കാസിയാതുൻ ആരിയാതുൻ മായിലാതുൻ മുമീലാതുൻ റൂസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മായില ലാ യദ്ഖുൽനൽ ജന്നഹ വലാ യജിദ്ന റീഹഹാ വഇന്ന റീഹഹാ ലതുജദു മിൻ മസീറതി കദാ വകദാ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും കേട്ടതാകാം, ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, വനിസാഉൻ ചില സ്ത്രീകളാണ്, കാസിയാതുൻ അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ ആരിയാതുൻ അവർ നഗ്നകളാണ്. വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ നഗ്നകളാണ്. പുണ്യ നബി പറയാൻ, മായിലാതുൻ അവർ അന്യ പുരുഷന്മാരിലേക്ക് ചായുന്നവരാണ്. മുമീലാത് അന്യ പുരുഷന്മാരെ തന്നിലേക്ക് ആകർഷിപ്പിക്കുന്നവരാണ്. ഭർത്താവ് വീട്ടിലില്ല, പാവം ഭർത്താവ് ഗൾഫ് മലരാരണ്യത്തിൽ വിദേശ രാജ്യങ്ങളിലെ ചുട്ടുപഴുത്ത മണ്ണിൽ കഠിനാധ്വാനം ചെയ്ത് വിയർപ്പൊഴുക്കി അധ്വാനിക്കുമ്പോൾ ഭർത്താവിനെ വീട്ടിന്റെ കത്തലങ്ങൾ വഞ്ചിക്കുന്നവർ. നിങ്ങൾ ആലോചിക്കണം, പുണ്യ നബിയാൻ, അല്ലാഹുവേ സമുദായത്തെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്, പാവപ്പെട്ട ഭർത്താവ് 15,000 ഇതിന് 20,000 വീട്ടിലേക്ക് അഴിച്ചു കൊടുക്കുന്നു. 2 കൊല്ലത്തിൽ 2 മാസമേ തന്റെ പ്രിയപ്പെട്ട കുടുംബത്തോടുകൂടെ നിൽക്കുന്നുള്ളൂ. എന്തേ കാരണം? തന്റെ ഭാര്യയ്ക്ക് സന്തോഷമാകട്ടെ, തന്റെ മക്കളുടെ ജീവിതം നല്ല ജീവിതമാകട്ടെ, എന്റെ മക്കൾ പഠിക്കുന്ന സ്ഥാപനം നല്ല വിദ്യാഭ്യാസ സ്ഥാപനമാകണം, എന്റെ ഭാര്യ ധരിക്കുന്ന വസ്ത്രം നല്ല വസ്ത്രമാകണം, എന്റെ ഭാര്യയ്ക്കുള്ള സൗകര്യം ഏറ്റവും നല്ല സൗകര്യമാകണം. ഇതെല്ലാം വിചാരിച്ച് പറന്നു പോയതാണവൻ. എന്റെ മകളെ കല്യാണം കഴിച്ചയക്കുമ്പോൾ അവരുടെ കഴുത്തിലും ഒരു 50 പവന്റെ സ്വർണ്ണാഭരണമുണ്ടാകണം. അവന്റെ മോഹമതാൻ. അങ്ങനെ കടന്നുപോയവനാണ്. പക്ഷേ വീട്ടിന്റെ അകത്തും കുടുംബത്തിലും നടക്കുന്നതവൻ അറിയുന്നില്ല. എന്നാൽ രാജാതിരാജനായ അല്ലാഹു അറിയുന്നുണ്ട്. മയൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മായിലാത്തുൻ അവർ അന്യ പുരുഷന്മാരിലേക്ക് ആകർഷിക്കുന്നു, ചായുന്നു. മുമീലാത്ത് അന്യ പുരുഷന്മാരെ തന്നിലേക്ക് ആകർഷിപ്പിക്കുകയും ചെയ്യുകയാണ്. എന്നിട്ട് പുണ്യ നബി പറയുകയാണ്, റൂസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മായില അവരുടെ തല ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെയുള്ള തലകളാവും. അല്ലാഹുവിന്റെ ഹബീബ് മുടി ഇങ്ങനെ ഇവിടെ കെട്ടിവെച്ചിട്ട് അതിന് മുകളിൽ തട്ടം വരിഞ്ഞു ചുറ്റിയിട്ട് ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ അവരുടെ തല നടക്കുന്ന സമയം ഒരു പ്രത്യേക ആകർഷണീയമായ രീതിയിലുള്ള ചലനം. അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ, ലാ യദ്ഖുൽനൽ ജന്ന അങ്ങനെയുള്ള പെണ്ണിന് സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, വലാ യജ്ദിന റിഹഹാ സ്വർഗത്തിന്റെ പരിമളം പോലും ആ പെണ്ണിനില്ല, സ്വർഗത്തിന്റെ വാസന പോലും ആ പെണ്ണിന് അനുഭവിക്കാൻ കഴിയില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. നല്ലപോലെ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പുണ്യനബി പറയുകയാണ്, ആളുകൾ സ്വർഗത്തിലേക്ക് സ്വറാത്തുപാലം കടന്ന് സ്വർഗത്തിലേക്ക് അങ്ങ് കടന്നു പോകുമ്പോൾ തന്നെ 1000 കൊല്ലങ്ങൾക്ക് ഇപ്പുറത്ത് വെച്ച് തന്നെ സ്വർഗത്തിന്റെ പരിമളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അവർ സ്വർഗത്തിലേക്ക് ഇങ്ങനെ അടുത്തു ചെല്ലുകയാണ്. അപ്പോഴാ അവർ സ്വർഗം കാണുന്നത്. നമ്മളൊക്കെ കാണും, ഒരുപക്ഷേ കാണും, ഇല്ലെങ്കിൽ പിന്നെ നരകാവും. ഒന്നുകിൽ സ്വർഗമാകുമല്ലെങ്കിൽ നരകമാവും. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകളൊക്കെ നീ പുറത്തു തരണേ റബ്ബേ, പുറത്തു തരണേ അല്ലാ. റബ്ബേ, സ്വർഗം നീ ഓശാരമായി ഞങ്ങൾക്ക് തന്നില്ലെങ്കിൽ വാങ്ങാൻ പറ്റാവുന്ന അമലൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. കാരുണ്യവാനായ റബ്ബേ, അല്ലാഹുവേ, നിന്റെ അനുഗ്രഹത്തിന്റെ വീട് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സൂറത്തുർ റഹ്മാന്റെ ഭാഗം അതല്ലേ,
എല്ലാ രാത്രിയും അത് ഓതിയിട്ട് കടന്നുറങ്ങാൻ പറഞ്ഞെന്താ? ആ സ്വർഗത്തെ അങ്ങനെ ആലോചിച്ചിട്ട് കടന്നുറങ്ങാം. എന്നാ ഒരു മനുഷ്യന്റെ അടുത്ത് ഒരു തെറ്റും വരില്ല. അതിന് മുമ്പ് നരകം പറയുന്നുണ്ട്. ആ നരകത്തെക്കുറിച്ച് ഇങ്ങനെ ഓതി അതാലോചിച്ച് കടന്നുറങ്ങിയാൽ പിന്നെ ആ രാത്രിയിൽ എന്ത് തെറ്റു ചെയ്യാന്? തലയില്ലാത്തവന്റെ മിസ്കോൾ പാഞ്ഞു വന്നാലും തിരിച്ചാ മിസ്കോൾ ആരാണ് അടിച്ചതെന്ന് പരിശോധിക്കുകയില്ല. അല്ലേ? തലച്ചോറില്ലാത്തവന്റെ മിസ്കോൾ വന്നാലും ശ്രദ്ധിക്കില്ല. മനുഷ്യനെ നിയന്ത്രിക്കാൻ അല്ലാഹുവല്ല ബോധമല്ലാതെ, നരകം സ്വർഗമെന്ന ചിന്തക്കല്ലാതെ മനുഷ്യനെ നിയന്ത്രിക്കാൻ കഴിയില്ല. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ബോധം നൽകണേ അല്ലാ.